ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതാ അളവെടുത്ത് വെച്ചിരിക്കുന്ന കോട്ടൻ്റെ വൈറ്റ് ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ വെട്ടി വെച്ചതാണ്. ഇനി അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു വി ഷേപ്പ് നെക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർക്കുള്ള നെറ്റ് വർക്കുള്ള ഈ മെറ്റീരിയൽ നമുക്ക് ഫുള്ള് കിട്ടില്ല വണ്ണത്തിനൊന്നും. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ പ്ലെയിൻ റെഡ് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുക. തയ്യൽ തുമ്പായിട്ട് അങ്ങ് പോവും. അപ്പോൾ അത് നമ്മളെടുത്ത് ഒരു ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മെറ്റീരിയൽ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒരു റെഡ് സാദാ കോട്ടൺ ലൈനിങ്ങും വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ തന്നെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്യും. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് നമ്മൾ പ്ലെയിൻ വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിയത്. വെൽവെറ്റിൻ്റെ വർക്കാണ് കേട്ടോ അത്. അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ പ്ലെയിൻ വെൽവെറ്റാണ്. അപ്പോൾ അതും നമ്മൾ ബാക്ക് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴോട്ടുള്ള ഭാഗമാണ്. ക്രോസ് കട്ടിങ് ഫ്രോക്കാണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ ക്രോസ് കട്ടിങ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒറിജിനൽ മെറ്റീരിയലിനെക്കാട്ടും 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ക്രോസ് കട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒറിജിനൽ നമ്മൾ 2:24 വരുന്നുണ്ടെങ്കിൽ ഇത് 22, 21.5 ഇതിലൊക്കെ മതി. അപ്പോൾ നമുക്ക് വേസ്റ്റ് അളവ് വരുന്നത് 6.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നല്ല മെറ്റീരിയലും ലൈനിങ്ങിൻ്റെ വൈറ്റ് ലൈനിങ് മെറ്റീരിയലും അതുപോലെ തന്നെ അതിന് നമ്മൾ സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ട്. ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടി സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ട്. അതും നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതാ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ രീതിയിൽ നെക്ക് കറക്റ്റാക്കി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ലീവ് വെക്കുന്നില്ലെങ്കിൽ അല്ലാണ്ട് സ്ലീവിൻ്റെ ഭാഗം കൂടി അങ്ങനെ തയ്ക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും തയ്ച്ച് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് ഒരു കെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത ഓരോ പാർട്ടായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ഭാഗവും നമുക്ക് വേസ്റ്റ് ഭാഗവും തമ്മിൽ കറക്റ്റാണോ നോക്കണം. ക്രോസ് കട്ട് ഞാൻ കൂടെ നമുക്കത് ഈ തുണിയൊന്ന് വലിഞ്ഞ് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ യോക്കിൻ്റെ ഭാഗം വെച്ച് നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്കത് ആ സൈഡ് കറക്റ്റാക്കി താഴോട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കറക്റ്റ് ലൈനിങ് ഈ കളർ തന്നെ ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ടിൽ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാ വൈറ്റ് ലൈനിങ്ങും നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുക. സ്റ്റിഫ് നെറ്റ് നമ്മൾ ഈ വൈറ്റ് ലൈനിങ്ങിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഭാഗം വെച്ച് താഴത്തെ ഭാഗം നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് ഇടുകയാണ് ഇപ്പോൾ ചെയ്യുക. അത് വേണമെങ്കിൽ അല്ലാണ്ട് വെറുങ്ങനെ തയ്ച്ച് കൊടുത്താലും മതി. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുത്താലും മതി. എന്നിട്ട് വേണമെങ്കിൽ താഴത്തെ ഭാഗത്ത് നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് താഴത്തെ ഭാഗത്തോട് തയ്ച്ച് തിരിച്ചിട്ടതാണ്. ഈ രീതിയിലുണ്ടാവും. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ ഉള്ളിലെ ഭാഗത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മാറിപ്പോയി കേട്ടോ. കാരണം സ്റ്റിഫ് നെറ്റ് ഏറ്റവും അടിയിൽ വരുന്ന രീതിയിലായിപ്പോൾ. അപ്പോൾ നമുക്കിത് മക്കൾക്കിത് മേലൊക്കെ കുത്തുന്നൊരു പ്രശ്നം വരും. അപ്പോൾ ഇത് മാറ്റി അയച്ച് തയ്ച്ചു കൊടുത്താണ്. അപ്പോൾ ഏറ്റവും അടിയിൽ നമുക്ക് നല്ല വൈറ്റ് ലൈനിങ് അതിൻ്റെ മുകളിലാണ് സ്റ്റിഫ് നെറ്റ് വേണ്ടത്. അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് ക്രേപ്പ് ലൈനിങ് അതിൻ്റെ മുകളിലായിട്ട് നല്ല ഒറിജിനൽ മെറ്റീരിയൽ അങ്ങനെയാണ് ഫ്രോക്ക് വരേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിഫ് നെറ്റ് കണ്ടോ. സ്റ്റിഫ് നെറ്റ് കറക്റ്റ് ക്രേപ്പിൻ്റെ ആ ഇതിലേക്ക് വരണം. ഏറ്റവും അടിയിൽ അതായത് നമ്മുടെ ശരീരത്തോട് ചേരുന്ന ഭാഗം നമുക്ക് ആ വൈറ്റ് ലൈനിങ് ആണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാനില്ല. അതുപോലെ തന്നെ നമുക്ക് യോക്കിൻ്റെ ഭാഗവും തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കാവുന്നതാണ്. പക്ഷേ മണ്ണൊക്കെ കുറച്ച് കൂട്ടണമെങ്കിലൊക്കെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ യോക്ക് ഭാഗം തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.